കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസ്. രാജ്യത്തെ ആദ്യ സീപ്ലെയിൻ വാണിജ്യ സർവീസിന് ഓഗസ്റ്റ് 20 മുതൽ തുടക്കം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസിന് ഓഗസ്റ്റ് 20 മുതൽ തുടക്കമാകുകയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്കാണ് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നത്. പരീക്ഷണ പറക്കലുകൾ വിജയകരമായി പൂർത്തിയായതോടെയാണ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നത്. രാജ്യത്തെ വ്യോമഗതാഗത രംഗത്ത് പുതു അധ്യായം തുറക്കുന്ന പദ്ധതിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഓഗസ്റ്റ് 19 അഗത്തി ദ്വീപിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നിർവഹിക്കും. തുടർന്ന് ഓഗസ്റ്റ് 20 മുതൽ യാത്രക്കാർക്കായി സ്ഥിരം സർവീസ് ആരംഭിക്കും. ഹരിയാന ആസ്ഥാനമായ സ്കൈഹോപ്പ് ഏവിയേഷനാണ് സർവീസ് നടത്തുന്നത്. ലക്ഷദ്വീപിലെ അഗത്തി, കവരത്തി, കൽപ്പേനി, കടമത്ത്, കിൽത്തൻ, ചെറിയം എന്നീ പ്രധാന ദ്വീപുകളെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ഇതിലൂടെ ദ്വീപുകളിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പവും വേഗത്തിലുമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമാണ് സ്കൈഹോപ്പ് ഏവിയേഷൻ പദ്ധതിയുമായി മുന്നോട്ടു പോയത്. മെയ് 13 മുതൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പരീക്ഷണ പറക്കലുകൾ നടക്കുകയുണ്ടായി. എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായതോടെയാണ് സ്ഥിരം സർവീസിനുള്ള അനുമതി ലഭിച്ചത്. സർവീസിനായി ഉപയോഗിക്കുന്നത് കാനഡയിൽ നിർമ്മിച്ച വൈകിംഗ് DHC 6-400 ട്വിൻ ഓട്ടർ ആംബിഫിയൻ വിമാനമാണ്. പൈലറ്റുമാർ ഉൾപ്പെടെ 20 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വിമാനത്തിന് കരയിലും വെള്ളത്തിലും സുരക്ഷിതമായി ഇറങ്ങാനും പറന്നുയരാനും കഴിയും. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്താൻ 2 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ വേണ്ടിവരികയുമുള്ളൂ. നിലവിലെ യാത്രാ സൗകര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ സമയലാഭവും നൽകുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കും ദ്വീപ് നിവാസികൾക്കും വ്യാപാര ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്നവർക്കും പദ്ധതി ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സീപ്ലെയിൻ സർവീസിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും തീരത്തോട് ചേർന്ന് വാട്ടർ എയർഡ്രോമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ കരയിലും വെള്ളത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ആംബിഫിയൻ വിമാനങ്ങൾക്ക് തടസ്സമില്ലാതെ സർവീസ് നടത്താനാകും. സീപ്ലെയിൻ സർവീസിന്റെ മറ്റൊരു പ്രത്യേകത മലയാളി പൈലറ്റിന്റെ സാന്നിധ്യമാണ്. കോട്ടയം നെടുകുന്നം സ്വദേശിയായ അരുൺ ഗോപാണ് വിമാനത്തിന്റെ 2 പൈലറ്റുമാരിൽ ഒരാൾ. വെള്ളത്തിലും കരയിലും ഇറങ്ങാൻ കഴിയുന്ന ആംബിഫിയൻ വിമാനങ്ങൾ പറത്താൻ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഏക പൈലറ്റാണ് അദ്ദേഹം. ഫിജി സ്വദേശിയായ മറ്റൊരു പൈലറ്റും ഈ സർവീസിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് പുതു ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യാത്രാസമയം കുറയുന്നതോടെ കൂടുതൽ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ദ്വീപുകളിലെ സാമ്പത്തിക രംഗം കൂടുതൽ ശക്തിപ്പെടാനും ഈ പദ്ധതി സഹായകരമാകും. ദ്വീപ് നിവാസികൾക്ക് ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാപാര ആവശ്യങ്ങൾക്കായി കേരളവുമായി കൂടുതൽ വേഗത്തിൽ ബന്ധപ്പെടാനും പുതിയ സർവീസ് വഴിയൊരുക്കും. ഇങ്ങനെയെല്ലാം രാജ്യത്തെ ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസ് എന്ന പ്രത്യേകതയോടെ ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് പദ്ധതി ഇന്ത്യയുടെ വ്യോമഗതാഗത മേഖലയിലും ടൂറിസം രംഗത്തും പുതുസാധ്യതകൾ തുറക്കുക തന്നെ ചെയ്യും. വാർത്തയുടെ നിറം തേടി തനിനിറം.